കോഡ് ഇൻ്റർപ്രറ്റർ ChatGPTയിൽ 70ഓളം പ്ലഗിൻസിൽ നിന്ന് ഏറ്റവും ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു പ്ലഗിനാണ് കോഡ് ഇൻ്റർപ്രറ്റർ. ആക്ച്വലി എന്താണത്? ഡാറ്റ വിഷ്വലൈസേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലഗിനാണ് കോഡ് ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ, ഏതെങ്കിലും CSV ഫയലായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഡയറക്റ്റ്ലി അത് കോഡ് ഇൻ്റർപ്രറ്റർക്ക് അപ്ലോഡ് ചെയ്ത ശേഷം എന്താണ് എനിക്ക് വേണ്ടത്, ഫോർ എക്സാമ്പിൾ ആ ഡാറ്റ വിഷ്വലൈസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്കൊരു ചാർട്ടോ എന്താണ് ഉണ്ടാക്കി തരാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കി തരും. ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ കാഗിൾ എന്നൊരിടത്ത് ഒരു ഡാറ്റ ഉണ്ട്. ഉടമിൻ്റെ കംപ്ലീറ്റ്ലി ഇതുവരെയുള്ള ഡാറ്റയാണ്, അവരുടെ കോഴ്സിൻ്റെ ഡാറ്റയൊക്കെ വെച്ചിട്ടുള്ള ഒരു സിപ്പ് ഫയലാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനിപ്പോൾ ഇത് കോഡ് ഇൻ്റർപ്രറ്റർക്ക് അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഈ സിപ്പിലുള്ള ഡാറ്റ മുഴുവൻ അനലൈസ് ചെയ്ത ശേഷം ഇതുവരെ ഉള്ളതിൽ ഊഡമിയുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സസ് എനിക്ക് പറഞ്ഞു തരാനാണ്. അപ്പോൾ നമ്മൾ സിപ്പ് ഫയലാണ് അപ്ലോഡ് ചെയ്തത് എന്നുള്ളത് നോക്കണം. അപ്പോൾ കാണുന്നുണ്ടല്ലോ, ChatGPTയുടെ ഇൻ്റർപ്രറ്റർ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിപ്പിന് ഓട്ടോമാറ്റിക്കലി ഇത് അൺസിപ്പ് ചെയ്തു, എന്നിട്ട് CSV ഫയലിലേക്ക് ആക്സസ് കിട്ടി. അതായത് ആ പണിയെല്ലാം കോഡ് ഇൻ്റർപ്രറ്റർ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ ചെയ്യും. എന്നിട്ട് ഇതിലുള്ള ഓരോ നമ്പേഴ്സ്, ഓരോ വാല്യൂ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഏതൊക്കെ കോഴ്സസ് എന്നുള്ള ഓരോ അതിൽ ടാബിൾസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ എൻറോൾ ചെയ്തിട്ടുള്ളത് വെബ് ഡെവലപ്മെൻറ്റിൻ്റെ കോഴ്സിലാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബിസിനസ് ഫിനാൻസിൻ്റെ കോഴ്സിലാണ്, പിന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ കോഴ്സിൽ, പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇതാക്കുന്ന കോഴ്സ്. ഇവിടെ താഴെ ചാർട്ടും കാണിച്ചു തരുന്നുണ്ട്, ചാർട്ട് അടക്കം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡാറ്റ വിഷ്വലൈസേഷന് നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലഗിനാണ് കോഡ് ഇൻ്റർപ്രറ്റർ.